ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്ന് നമ്മളിവിടെ കാട്ടിക്കൂട്ടാൻ ഞാനിവിടെ പിച്ചാത്തിയും പിടിച്ചിറങ്ങി. എന്തിനാണെന്നറിയാവോ? ഇത് കണ്ടോ നമ്മുടെ ചേമ്പ്. ഈ ചേമ്പിനൊരു പ്രത്യേകതയില്ലേ? ഇതാണ് നമ്മൾ കറി വെക്കുന്ന ചേമ്പ്. ഇലയും തണ്ടും എല്ലാം കൂടെ നമ്മളിത് കറി വെക്കുന്ന ചേമ്പ്. ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് വളർത്തിയെടുത്തതാണേ. കണ്ടോ, ഞാൻ കേരളത്തിൽ നിന്ന് ഒരു കുഞ്ഞു തൈ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോയപ്പം അവിടുന്ന് ഒരു കുഞ്ഞു തൈ കൊണ്ടേ വെച്ചതാണ്. എൻ്റെ ചേമ്പ് ഇത്രയായി. അപ്പം നമുക്ക് ഈ ചേമ്പിനെ നമുക്ക് കറി വെക്കാം. കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത കണ്ടോ കൂട്ടുകാരെ? ഇതിൻ്റെ പുറം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, മറ്റേ ചേമ്പ് പോലെയല്ല. നമ്മുടെ കറി വെക്കുന്ന ചേമ്പിൻ്റെ ഇല അപ്പുറം നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പുറം. പിന്നെ ഇലയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇത് കണ്ടോ, മറ്റേ ചേമ്പിനാണെങ്കിൽ ഇവിടം വരെ കീറലുണ്ടാവുമേ. ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഇച്ചിരിയേ ഉള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഈ ഇലയും ഈ തണ്ടും എല്ലാം കൂടെ കേട്ടോ നമ്മൾ തോരൻ വെക്കുന്നതേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഒരു തോരനാക്കിയാലോ അല്ലേ? പൊന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ പൊന്നു വന്നിട്ടുള്ള കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് അവൾക്കും കൂടെ ഇതിൻ്റെ തോരൻ ഉണ്ടാക്കി കൊടുക്കാൻ. 2 ദിവസത്തെ ലീവിന് വന്നതാണ് അവളെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ തോരനാക്കാം. അപ്പോൾ ഇതിനെ ഞാൻ തണ്ട് കണ്ടിക്കാൻ പോവുക. ആദ്യമായിട്ട് കണ്ടിക്കാൻ പോകുന്നു എൻ്റെ ചേമ്പ്. അപ്പോൾ ഞാൻ ഇതിനെ കണ്ടിച്ചെടുക്കട്ടെ. കണ്ടോ, ഇതിൻ്റെ ഒന്നും കളയാനില്ല കേട്ടോ. ഇതിൻ്റെ തൊണ്ടിങ്ങനെ നാരിങ്ങനെ ഒന്ന് പൊളിച്ച് കളയണം. ഇതിൻ്റെ ഇലയൊന്നും കളയാനില്ല. മറ്റേ ചേമ്പിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇലയൊക്കെ കളയൂലേ, വെറും തണ്ട് മാത്രമല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു തണ്ടും കൂടെ എടുക്കണം അല്ലേ? അതെ, ഇതിൻ്റെ എടുക്കാം. ഇത് പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരു മൂട് വേറെ ഒരെണ്ണം ഞാൻ ചാക്കിനകത്ത് വെച്ച് വളർത്തിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. ഇതിനെ ഞാൻ നിലത്ത് പറിച്ച് നട്ട് ഇത്രയായി കണ്ടോ. അപ്പോൾ ഈ 2 മതി നമുക്ക് ഇന്ന് തോരന്. അപ്പോൾ ഈ മറ്റേ ചേമ്പ് കാണിച്ചു കൊടുക്കാം അവർക്ക് നമുക്ക്. കണ്ടോ കൂട്ടുകാരെ, ഇത് നമ്മളല്ലാതെ ചേമ്പ് തണ്ട് തോരൻ വെക്കുന്ന ചേമ്പാണ്. കണ്ടോ, ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇലയ്ക്കും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇതിൻ്റെ ഇവിടം വരെ കീറലുണ്ട് കണ്ടോ. ഇതിന് ഇവിടം വരെ കീറലില്ല. ഇതിൻ്റെ തണ്ട് ഇവിടം വരെ കീറലുണ്ട്. ഇതിന് കണ്ടോ, ഇതിൻ്റെ അറ്റം വരെ. ഇതിനില്ല. ഇതിൻ്റെ ഇവിടം വരെ കീറൽ വരൂല, ഇവിടം വരെ ഉള്ളൂ. പിന്നെ ഇലയുടെ പുറകോശം കണ്ടോ, വ്യത്യാസം കണ്ടോ. ഇതിന്റെ വ്യത്യാസമുണ്ട്. ഇത് നല്ല സോഫ്റ്റാ ഈ ഇല. ഇത് തൊടുമ്പോൾ സോഫ്റ്റും ഇത് ഹാർഡായിട്ട്. പിന്നെ ഇതിന്റെ തണ്ട് മാത്രമല്ല നമ്മൾ തോരൻ വെക്കുള്ളൂ. അതെ, എല്ലാം തോരൻ വെക്കത്തില്ല. ഇത് എല്ലാം ഫുള്ള് തോരൻ വെക്കാൻ പറ്റും. ഇതിന്റെ അടി കിഴങ്ങില്ല. കിഴങ്ങുണ്ടോ ഇതൊന്നും എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി. കണ്ടോ, ഞങ്ങളുടെ ഒരു കുഞ്ഞ് കോവൽ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളിത് കുഞ്ഞ് കോവൽ കയറ്റി വിട്ടത്. കോവയ്ക്കുണ്ട് ഇതിനകത്തോടെ പറിച്ചെടുക്കാൻ. ഉണ്ടോ, അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കോവയ്ക്ക. പിന്നെ ഞങ്ങളുടെ ചെറിയൊരു കാന്താരിത്തോട്ടമാണ് ഇത്. ഉണ്ടോ, ലൈൻ അനുസരിച്ച് കാണിച്ചു കൊടുത്തേ. നമ്മുടെ കാന്താരിത്തോട്ടം ഇത് പഴുത്ത് നിൽക്കുന്നു, പറിക്കണമല്ല. മുളക് പഴുത്തു. ഇത് കണ്ടോ, പഴുത്ത് നിൽക്കുന്ന മുളക്. കാന്താരിത്തോട്ടം പറിക്കാനുണ്ട്. കണ്ടോ, കോവയ്ക്ക കിടക്കുന്നേ. നമുക്ക് ഈ ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഈ തണ്ടും ഇലയും കൂടെ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. പോയാലോ, ബാ. കുഞ്ഞി, ഞാൻ ചുന്തിരിപ്പന്നല്ലേ? ഇവിടെ കിടക്കുവാണോ നീ? എനിക്ക് അങ്ങോട്ട് കയറി പോണ്ട. ടൈനി, നീ ഇവിടെ വന്നോപ്പത്തിന് കിടന്നോ? ചേച്ചി ഫോട്ടോ എടുക്കുന്ന കണ്ടോണ്ടാ ഓടി വന്നത്. വീഡിയോ പിടിക്കാൻ വന്ന് കിടക്കുവാണോ? കൊള്ളാലോ, 2 പേരും പോസ് ചെയ്ത് കിടക്കുന്ന അമ്പട കേമികളെ. ഒരു കേമിയും ഒരു കേമനും 2 പേരും പോസ് ചെയ്ത് കിടക്കുക. അമ്മേനെ വിട്ടിട്ട് ഇവിടെ വന്ന് കിടക്കുക അല്ലേ? അമ്മ അപ്പുറത്ത് കുരയ്ക്കുന്നുണ്ട് അവള്. റോഡ് വീലർ കുരയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങോട്ട് കയറി പോട്ടെ കേട്ടാ. മാറിക്ക്, ഇങ്ങോട്ട് ഇറങ്ങിക്കേ നിങ്ങളെ. അത് തുറക്കണ്ടേ? മാറ് കുഞ്ഞേ. എന്നടുക്ക് ഉറക്കം തൂങ്ങുവാണോ ഇരുന്ന് രാവിലെ? കുഞ്ഞി ഇരുന്ന് ഉറക്കം തൂങ്ങുക. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കുഞ്ഞിക്ക്. കുഞ്ഞിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നോ? ആണ്ടെ കണ്ണടഞ്ഞു പോന്നു. ആണ്ട പോന്നു ഉറങ്ങി പോവാ. അയ്യോ, ഉറങ്ങിപ്പോവാണോ? വയ്യ, മിണ്ടാൻ വയ്യ. എന്നാ അവിടെ കിടന്ന് ഉറങ്ങിയോ? എന്തേ അനിയത്തി? എന്തേ പുസി? ഉറങ്ങി.
അപ്പോഴേ കൂട്ടുകാരെ നമുക്ക് ഈ ചേമ്പന്താള് തോരൻ വെക്കണ്ടേ. അപ്പം ഞാനിതെല്ലാം കഴുകി വെള്ളമെല്ലാം തോരാൻ വെച്ചു, വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിത് മുറിച്ചിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ അങ്ങ് ചീകിക്കളയാം. കണ്ടോ, മറ്റേ ചേമ്പന്താളിനേക്കാളും സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലി ഇങ്ങനെ ചീകിക്കളയാൻ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ തൊലി ചെയ്യാൻ നല്ല ഈസിയാണ്. ഇതാ കണ്ടോ, മറ്റേത് ഇടയ്ക്ക് കട്ടൊക്കെ ആയിപ്പോവും ചിലപ്പോൾ. ഇത് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് മുഴുവനും. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് അരിഞ്ഞെടുക്കണം അല്ലേ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അരിയുന്നു അല്ലേ? അതെ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നു. നല്ല വഴുതിനങ്ങയൊക്കെ അല്ലേ, തോരൻ വെക്കുന്ന പോലത്തെ ടേസ്റ്റിലങ്ങ് തിന്നാം. ഇനി നമ്മുടെ ചേമ്പിൻ്റെ ഇലയും കൂടെ അരിഞ്ഞിടാം അതിൻ്റെ കൂട്ടത്തിൽ. ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടെ ഒന്നിച്ച് തോരൻ വെക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഇലയും കൂടെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങ് അരിഞ്ഞിടാം. ഇങ്ങനെ നമുക്കൊന്നിച്ച് ഇലയും തണ്ടും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ചേമ്പ് തോരൻ വെച്ച്, ചിലർ ഇതിന് ഉപ്പേരി വെക്കാമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി അങ്ങ് അരിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി പച്ചമുളകും കൂടെ അങ്ങ് അരിഞ്ഞിടാവേ. എന്നിട്ട് എല്ലാം ഒരുമിച്ച് അങ്ങ് ചേർക്കാം. അപ്പോൾ നോക്കിയേ, പൊന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടേ തന്ന എണ്ണക്കുപ്പിയാണ് ഇത്. എൻ്റെ എണ്ണക്കുപ്പി നമുക്ക് വലിയ എണ്ണക്കുപ്പിയായിരുന്നേ. അതാണെങ്കിൽ ഇത് പൊളഞ്ഞും ഇത് ചൂടാക്കിയപ്പം അത് ഉരുകി ഇങ്ങനെ ആയിപ്പോയി. അതിൻ്റെ കോലം മെനകെട്ട് പോയേ. അപ്പോൾ എനിക്ക് അവൾ നല്ലൊരു കുപ്പി കൊണ്ടേ തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ വളഞ്ഞു പോകുന്നത്. അപ്പം ഇനി തൊട്ട് നമുക്ക് ഈ കുപ്പിയിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ പാചകം തുടങ്ങാം. നല്ലൊരിതാണ്. ഇതുണ്ടോ, വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ അടയ്ക്കുന്നു. നല്ല കുപ്പിയാട്ടോ. അവിടെ മേടിച്ചു. ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിതിനകത്ത് ഇനി എണ്ണ ഒഴിച്ച് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്താകുമ്പോൾ കണ്ടപാനും അങ്ങ് എണ്ണയും പോകത്തുമില്ല അല്ലേ, ഓവറായിട്ട്. മറ്റേതാണ് കമ്മത്തുമ്പോഴത്തേനും അങ്ങോട്ട് ചാടി പോകുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കും എണ്ണ ഒഴിക്കുന്നത്. അപ്പം നല്ല കുപ്പിയാട്ടോ, അടിപൊളി കുപ്പിയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാവേ. ഉള്ളിയും മുളകും എല്ലാം കൂടെ ആദ്യം ഇട്ട് കൊടുക്കാം. കരിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഇളക്കി എന്നിട്ട് നമുക്കങ്ങോട്ട് ചീരയും കൂടെ ചേമ്പലിൻ്റെ താളും ഇലയും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരുമിച്ച്. അതാ ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് ഇളക്കി കൂട്ടാം. ഇതിനകത്ത് കൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചേക്കരുത്. ചേമ്പന്താൾ ഇങ്ങനെ തോരൻ വെക്കുമ്പോഴേ വെള്ളമൊന്നും ചേർത്തേക്കരുത്. ഏതൊരു ചേമ്പന്താൾ വെക്കുമ്പോഴും അതിന് ഓട്ടോമാറ്റിക് ഒരിച്ചിരി വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കാരണം അത് തന്നെ വേകാനുള്ള വെള്ളം അത് തന്നെ ഉൽപ്പാദിപ്പിച്ചോളും. പിന്നെ ചൊറിഞ്ഞെന്നൊന്നും പറഞ്ഞേക്കല്ലേ വെള്ളം ഒഴിച്ചിട്ട്. ഇത് ചൊറിയൂല കേട്ടോ, ഇത് കറി വെക്കുന്ന ചേമ്പല്ലേ. ഇത് ചൊറിയൂല. എങ്കിലും വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും, കുഴഞ്ഞു പോവില്ലേ? അതിനകത്ത് തന്നെ ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടല്ലോ വേകാനുള്ള. ഇനി നമുക്ക് ഇച്ചിരി നേരം ഇതിനെ മൂടി വെച്ച് കൊടുക്കാം. ഒരാവി കയറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കിയിട്ടിട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇതിനൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മൂടി ഒന്ന് തുറക്കാം. ഇതിന് ആവി കയറിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇലയും തണ്ടും എല്ലാം കൂടെ ഉള്ളൊരു തോരൻ കറി. അപ്പോൾ നമുക്കിനി അടുത്തത് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് അങ്ങനെ അരടി ഒന്നും ഇട്ട് കൊടുത്താൽ മതി. ഒതുക്കി ഇടണമെന്നൊന്നുമില്ല. ഇനി അത് ഇങ്ങനെ കിടന്നിച്ചിട്ട് നേരം ആവി കയറട്ടെ. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഇളക്കി ഇട്ട് കൊടുക്കാം. അടിപൊളി ചേർത്ത് ചേമ്പിൻ താളും ഇലയും നല്ല അടിപൊളി തോരൻ, സൂപ്പർ തോരനാട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചേമ്പും താളും
അതിൻ്റെ ഇലയും കൂടെയുള്ള തോരൻ നോക്കിയേ, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി തോരനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ചേമ്പുള്ളവരെല്ലാം ഇതിൻ്റെ താളും ഇലയും കൂടി ഒന്ന് തോരൻ വെച്ച് ഇങ്ങനെ നോക്കിക്കോളൂ. അടിപൊളിയാണ്. ചോറിൻ്റെ കൂട്ടത്തിലും കഞ്ഞിയുടെ കൂട്ടത്തിലൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. മറ്റേ ചേമ്പിനേക്കാളും രുചിയുണ്ട്. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ. ഒപ്പം ഞങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.